ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ സെഷൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജംഷീർ സർ, അതുപോലെ ലിറ്റു സ്മൈലിലെ കൂട്ടുകാരെ, ലിറ്റു സ്മൈലിലെ ഓരോ ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായ ടോപ്പിക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്നത്തെ സൺഡേ സ്പെഷ്യലിയുടെ ടോപ്പിക്ക് നിങ്ങളൊക്കെയും അറിഞ്ഞ പോലെ തന്നെ പുതിയകാല കൂട്ടുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അതുപോലെ തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് ഏതൊക്കെ മേഖലകളിലേക്കുള്ളതാണ്, അതിനെങ്ങനെയൊക്കെ തയ്യാറെടുക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിവില്ലായ്മയും അതിനെപ്പറ്റിയുള്ള ധാരണ ഇല്ലാത്തതും പലപ്പോഴും പ്രഗത്ഭരായിട്ടുള്ള മികച്ച പല മേഖലകളിലേക്കുള്ള കരുത്തുറ്റ വിദ്യാർത്ഥികളാണ് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് കുറിച്ചുള്ള ബോധ്യവും അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഒരുപാട് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കുറെ ഉദ്യോഗാർത്ഥികളെ നമുക്ക് കണ്ടെത്തിയെടുക്കാനും അവരെ ആ മേഖലകളിലേക്ക് എത്തിക്കാനും സാധിക്കും. ഏതായാലും ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയാതെ ഇന്നത്തെ എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ലിറ്റു സ്മൈലിലെ അധ്യാപകനും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ആവേശത്തോടു കൂടി നമ്മളോട് സഹകരിച്ച പ്രിയപ്പെട്ട ജംഷീർ സാറിന് സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ലിറ്റു സ്മൈലിലെ കൂട്ടുകാർ, കോർഡിനേറ്റർമാർ, പ്രിയപ്പെട്ട അധ്യാപകർ, ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ജംഷീർ സാറിനെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ, പ്രിയപ്പെട്ട ലീവ് ടു സ്മൈലിലെ കൂട്ടുകാരെ, അതേപോലെ തന്നെ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുർഷിദ് സർ, അതേപോലെ തന്നെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും ടോപ്പിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണയായി നമ്മെ സംബന്ധിച്ചിടത്തോളം താഴെ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ സിവിൽ സർവീസിലേക്ക് വരെയുള്ള അത്യുന്നതമായ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്കുള്ള ചവിട്ടുപടിയായി മാറുന്നത് നമ്മുടെ പ്രൈമറി തലങ്ങളിൽ തന്നെ ആരംഭിക്കുന്ന, പ്രാഥമികമായി നമ്മൾ എല്ലാവരും കേൾക്കുന്നത് പോലെ LSS എക്സാം കേട്ടിട്ടുണ്ടാവാം. അത് അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ, യെസ് എന്ന് പറഞ്ഞിട്ട് വൈന്ന് അടിച്ചാൽ മതി. LSS അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പോ രണ്ടുപേരാണ് ഇതില് LSS അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അതൊരു നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ, അതായത് കേരള PSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഒക്കെ നടത്തുന്ന എക്സാമുകളിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായി നമുക്ക് ഈ LSS എക്സാമിനെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മള് UP ലെവലാവുമ്പോ USS എക്സാമിലേക്ക് എത്തുന്നു. അതിനുശേഷം
8ാം ക്ലാസ്സിൽ സാധാരണ LSSനേക്കാളും USSനേക്കാളും ഒന്നും കൂടി ടഫായിട്ടുള്ള നാഷണൽ മെറിറ്റ്സ് കം ഇൻ സ്കോളർഷിപ്പ് പോലെയുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. അതുവഴി നമുക്ക് പ്രാഥമികമായി ഒരുപാട് ബേസിക് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഒരു ഘടന നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ പോലെയുള്ള എക്സാമുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുട്ടികളെ, ഇപ്പോ ഇതില് ഉള്ള ആളുകളൊക്കെ ചിലപ്പോ പാരന്റ്സ് അല്ലെങ്കിൽ നിലവില് പഠനം നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ആയിരിക്കാം. നമ്മൾ പലപ്പോഴും ഇത്തരം എക്സാമുകൾക്ക് കുട്ടികളെ പ്രാപ്തമാക്കിയാൽ അത് പിന്നീട് അവരെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള PSC അടക്കമുള്ള എക്സാമുകളിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ, അവർക്കൊരു താങ്ങായി, അവർക്കൊരു ഊർജമായി മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലാണെങ്കിൽ കേരള PSC ആണ് കേരള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കമ്പനികളിലേക്കുമൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള എക്സാമുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അതില് ഏറ്റവും അടിത്തട്ട് തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. സാധാരണയായി 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാം ആണ് ഏത്? LGS എന്ന് പറയാം അല്ലെ, ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എന്ന് പറയും നമ്മള്. അപ്പോ ഈ എക്സാമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതില് ഡിഗ്രി പാസ്സായ എത്ര ആൾക്കാരുണ്ട്? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാര്, ഡിഗ്രി പാസ് എന്നല്ല, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരൊന്ന് വൈന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഡിഗ്രി എത്ര ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് LGS എഴുതാൻ പറ്റോ ഇല്ലേ? ഹലോ, ഒന്ന് ടൈപ്പ് ചെയ്യോ വൈന്ന്? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാര് സാധാരണ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, LGS എഴുതാൻ വേണ്ടി പറ്റൂല. 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പക്ഷെ ഡിഗ്രി പാസ്സാവാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന് ഉള്ളത്. അപ്പൊ നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ആദ്യമായി എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. കേരള PSC സൈറ്റിൽ കേരള PSCയുടെ kerala.psc.gov.in ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ഇവിടെ, കേരള PSC.gov.in ഈ സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത്. അതില് എന്ത് ചെയ്യേണ്ടി വരും? എത്ര പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്? PSC രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത എത്ര ആൾക്കാരുണ്ട്? ഒരാള്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. 35 കഴിഞ്ഞവർക്ക് പറ്റും. 35 വയസ്സ് ആവുമ്പോ കംപ്ലീറ്റ് ആയില്ലല്ലോ. സാധാരണ OBCക്കൊക്കെ 38 വയസ്സ് വരെ എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ടീച്ചിങ് എക്സാം ഒക്കെ 40 വയസ്സ്. പിന്നെ ഇപ്പോ കോളേജ് പ്രൊഫസർ അങ്ങനത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ എക്സാമിന് ഇപ്പോ പ്രായപരിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ഇതില് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, PSC രജിസ്റ്റർ ചെയ്ത ആളുകളായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് kerala.psc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ അതില് ഓൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഇത് കാണാം, ലിങ്ക് കാണാം. ഓൺ ടൈം രജിസ്ട്രേഷൻ. ഓക്കെ, ഓൺ ടൈം രജിസ്ട്രേഷനിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സ്വന്തമായി ഒരു യൂസർ ID-യും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മള്
സാധാരണയായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും നമ്മൾ സാധാരണ നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് അക്ഷയ സെന്ററുകളെ ആശ്രയിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ഫോട്ടോ എഡിറ്റിങ്ങും സിഗ്നേച്ചറും ഒക്കെ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നമുക്ക് ഇന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതുവഴി രജിസ്റ്റർ ചെയ്ത് നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ സാധാരണ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ PSC പ്രസിദ്ധീകരിക്കുന്ന PSC ബുള്ളറ്റിൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇപ്പൊ മലയാള മനോരമയാണെങ്കിൽ തൊഴിൽ വീതിയുണ്ട്, മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത, അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിലൊക്കെ അതേപോലെ തന്നെ നമ്മുടെ പത്രങ്ങളിലും PSCയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടാൽ നമ്മുടെ എന്തായാലും എന്ത് കരുതി വെക്കണം, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ നിർബന്ധമായും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കുകയും അതുവഴി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നമ്മുടെ ഹോം പേജിൽ, അതായത് നമ്മുടെ പ്രൊഫൈലിൽ ഹോം പേജിൽ പോയാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ തന്നെ സ്റ്റേറ്റ് വൈഡ് കാണാം, ഡിസ്ട്രിക്ട് ലെവൽ കാണാം, അങ്ങനെ പല രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൂടെ പോയാൽ നമുക്ക് യോഗ്യതയുള്ളതാണെങ്കിൽ നമുക്ക്, അതായത് ഇപ്പൊ ഒരാളുടെ യോഗ്യത അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരാൾക്ക് ഡിഗ്രി യോഗ്യതയുള്ള എക്സാം ആണ് അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ 10ാം ക്ലാസ്സേ പാസ്സായിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് എന്തല്ല നോട്ട് എലിജിബിൾ ആയിരിക്കും. അപ്പൊ അതിൽ അപ്ലൈ എന്ന് കാണിക്കില്ല, നോട്ട് എലിജിബിൾ എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ആണ് നമുക്ക് കാണിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സാധാരണ നീല കളറിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിലാണ് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം. പിന്നെ പുതിയതായിട്ട് വന്ന സംവിധാനങ്ങൾ വഴി നേരത്തെ ആണെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കാണാനുള്ള വഴി ഉണ്ടായിരുന്നില്ല മുമ്പാണെങ്കിൽ. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഓരോ ആളുകളുടെയും സ്കോറുകളും നമ്മുടെ പ്രൊഫൈലിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ LGSന് അപ്ലൈ ചെയ്യാം 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾക്ക്. അപ്പൊ അതിൽ ബേസിക് ആയിട്ട് ഉള്ള സാലറി മാത്രമേ ഉണ്ടാവൂ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഏത് പോസ്റ്റിലേക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യാറുള്ളത്? LDC. ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ, അല്ലെ, 18 ലക്ഷത്തോളം ആളുകൾ വരെ LDCക്ക് അപ്ലൈ ചെയ്ത സമയങ്ങളുണ്ട്. നമുക്കിപ്പോ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് എക്സാമിനുള്ള പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൺഫർമേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. നമ്മളിപ്പോ എക്സാം രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രം എന്ത് ചെയ്യില്ല, നമുക്ക് PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് സാധാരണ മെസ്സേജ് ആയിട്ട് എന്ത് വരും, കൺഫർമേഷൻ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഇന്ന തീയതിയിലാണ് എക്സാം. അപ്പോ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു മെസ്സേജും കൂടി വരാറുണ്ട്. അതിൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ, എക്സാം എഴുതാൻ വേണ്ടി അലോ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോ കൺഫർമേഷൻ, ഇപ്പൊ ഒരാള് എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാൾ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും അതെന്തിനു വേണ്ടി ചെയ്തു എന്ന് വെച്ചാല് നമ്മൾ സാധാരണ PSC എക്സാം ഹാളുകളിലൊക്കെ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിലാകെ 20 ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പൊ ആ 20 ആളില് ഏകദേശം ഒരു 5-8 ആൾക്കാരെ വന്നിട്ടുണ്ടാവും, ബാക്കി 12 ആൾക്കാരും ആബ്സെന്റ് ആവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടി PSC നടപ്പിലാക്കിയ ഒരു സംവിധാനമായിരുന്നു കൺഫർമേഷൻ കൊടുത്ത് ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള രീതി. പക്ഷെ അതും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. ഇതിന്റെ അടുത്ത് നടന്ന ഒരു എക്സാമില് ഒരു റൂമിലാകെ
ഇതേപോലെ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷവും പിന്നെ PSC പ്രൊഫൈല് അങ്ങനെ കുറെ എക്സാമുകൾ 2-3 എക്സാമുകൾ കണ്ടിന്യൂസ് ആയി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യാതെ വന്നാൽ ബ്ലോക്ക് ചെയ്യും എന്നുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അത് ഇതുവരെ അങ്ങനെ ചെയ്തതായിട്ട് ആരെയും അറിവിലില്ല. ഓക്കെ, നമ്മളെ അപ്പൊ പറഞ്ഞു വന്നത് LDC ആണ്. ഓക്കെ, അപ്പൊ LDC എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നതും ഇത് സാധാരണയായിട്ട് ഡിസ്ട്രിക്ട് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു. സാധാരണയായിട്ട് എക്സാം LDC എന്ന് പറഞ്ഞാല് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നാണ് പറയാ, LDC. ഓക്കെ, അപ്പോ നമ്മൾ സാധാരണ എന്താണ് ഒരു ക്ലർക്ക് ഉണ്ടാവില്ല, നമ്മള് സ്കൂളുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ക്ലർക്ക് ഉണ്ടാവാറുണ്ട്. സാധാരണ എന്താ ചെയ്യാ, ചെറിയ ചെറിയ കണക്ക് കൂട്ടലുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പിന്നെ അപ്പോ അതില് സാധാരണയായിട്ട് നമ്മൾ LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് സാധാരണ അതിൽ കാണാൻ പറ്റുക നമ്മുടെ 10ാം ക്ലാസ് ലെവലിലുള്ള 10ാം ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ, അതായത് നമ്മൾ സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പൊതുവെ ഗ്രാമർ അല്ലെ, നമ്മള് ക്വസ്റ്റ്യൻ ടാഗുകളും പിന്നെ റിപ്പോർട്ട് സ്പീച്ച്, അതേപോലെ തന്നെ ഫ്രൈസൽ വെർബ് പോലെയുള്ള പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക. ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആകെ 100 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ LD ക്ലർക്ക് എക്സാമിന് ഉണ്ടാവുക. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മുമ്പൊക്കെ ഒറ്റ എക്സാം മാത്രമേ നടന്നിരുന്നുള്ളൂ. ഓക്കെ, അതായത് ബേസിക് ആയിട്ട് ഒരു എക്സാം മാത്രമേ നടന്നിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ LDC എക്സാമിന്റെ സമയത്ത് സാധാരണ പിന്നെ ഒരു കാര്യം 3 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു 200 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കാം. ആ 200 ആൾക്കാരിൽ നിന്ന് പിന്നെ അപ്പോയിന്റ്മെന്റ് ഒരു 50 പേർക്ക് കിട്ടിയാൽ 3 വർഷം അത് ആ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് എന്തെങ്കിലും ശുപാർശ പ്രകാരം നീട്ടിക്കൊടുക്കുന്നില്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയും. പിന്നെ അതിന് ബാക്കിയുള്ള ഇപ്പൊ 200 ആൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി 150 ആൾക്ക് എന്തില്ല, പോസ്റ്റിംഗ് കിട്ടാറില്ല. ഓക്കെ, അപ്പോ 50 ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞു വന്നത് LDCയിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ 10ാം ക്ലാസ് വരെ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, മാത്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പിന്നെ സയൻസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പിന്നെ കറന്റ് അഫയേഴ്സ്, ജനറൽ നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഇത് ഒരു കൃത്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനുവേണ്ടി തയ്യാറായാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ജോലി കൂടിയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സാധാരണയായി 30,000-ന്റെ മുകളിൽ സാലറി നമുക്ക് ഈ LD ക്ലർക്ക് വഴി കിട്ടുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും എന്തായിരുന്നു, ഒന്നും കൂടി സെക്യൂർ ആണ് അല്ലെ, നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിടുന്നുള്ള പേടി വേണ്ട അല്ലെ. അതേപോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ, നമ്മള് വിരമിച്ചു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, നമ്മുടെ PSCയിലുണ്ട്. അപ്പോ LDC ആണ് 10ാം ക്ലാസ് ലെവലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത്. കൂടാതെ നമ്മളെ ഹെൽത്ത് സർവീസിലെ ഫീൽഡ് വർക്കർ പോലെയുള്ള ആ കാറ്റഗറിയിൽ വരുന്ന പല ജോലികളും നമുക്ക് ഈ PSC വഴി എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ വേണ്ടി പറ്റും 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് LDCക്ക് 2 ഘട്ടമായിട്ട് എക്സാം നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷെ അത് ഈ വർഷം മുതൽ വീണ്ടും റിവൈസ് ചെയ്തു. ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ആ എക്സാം ബേസ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് നേരിട്ട് ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ LDC എക്സാം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വരുന്നത് അത് നേരത്തെ ചോദിച്ച LDC എന്താണെന്ന് ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. പിന്നെ സാധാരണ പിന്നെ വരുന്നത് +2 ലെവലിലുള്ള എക്സാം ആണ്.
+2 ലെവലിലുള്ളത് മെയിൻ ആയിട്ട് നമ്മളെ യൂണിഫോം പോസ്റ്റിലേക്കുള്ള എക്സാമുകളാണ് എന്തിലുണ്ടാവുക +2 ലെവലിൽ PSC നടത്തുന്നുള്ളത്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഒന്ന് ഇത് കേരള പോലീസ് അല്ലെ, പോലീസിലേക്കുള്ള എക്സാം ഉണ്ടാവും. അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കേട്ടിട്ടുണ്ടാവും, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഫോറസ്റ്റ് ഓഫീസർ ഓക്കെ. അപ്പോ അതിലേക്കൊക്കെയുള്ള എക്സാമുകൾക്കുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ പോലീസിലേക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്കൊക്കെ ഉള്ള എക്സാം എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് കാലം മുമ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാൻ പറ്റുന്ന എക്സാമുകളായിരുന്നു ഇതൊക്കെ. പക്ഷെ ഇപ്പോ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീറ്റീവായി മാറുന്നുണ്ട്. എന്നാലും മറ്റു എക്സാമുകളെ അപേക്ഷിച്ച് നമുക്ക് ഈ മേഖലയിൽ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന മേഖല കൂടിയാണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും പോലീസ് കോൺസ്റ്റബിളും ഒക്കെ. ഓക്കെ, അപ്പോൾ അതില് പ്രധാനമായിട്ടും എക്സാം കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേണിൽ തന്നെ എക്സാമിന് പ്രായപരിധി ഉണ്ട്. ഇപ്പൊ പറഞ്ഞ യൂണിഫോം പോസ്റ്റിനെല്ലാം സാധാരണ 28, ചിലതിന് 32 വയസ്സ് വരെ, 28 വയസ്സ് വരെ ഉള്ളതുണ്ട്. പിന്നെ ചിലതിന് 32 വയസ്സ് വരെ എഴുതാൻ പറ്റും. പക്ഷെ LDC എല്ലാം നമുക്ക് OBC കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ 38 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ എക്സാമിനൊക്കെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നോർമലി നമ്മളെ റിട്ടേൺ ടെസ്റ്റ് എക്സാം കഴിഞ്ഞു, റിട്ടേൺ ടെസ്റ്റ് എക്സാം പാസ്സായി, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടാവും. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റിന് പ്രധാനമായിട്ടും നമുക്കൊരു 8 ഐറ്റംസ്, നമ്മൾ ഓടലും ചാടലും ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അതേപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെല്ലാം 15 മിനിറ്റിനുള്ളിൽ 3 കിലോമീറ്റർ ഓടുക, അങ്ങനത്തെ ഒക്കെയാണ് അതിലുണ്ടാവാം ഫിസിക്കൽ ടെസ്റ്റിൽ. ഓക്കെ, അപ്പൊ അതില് 8 എണ്ണത്തിൽ ഒരു 5 എണ്ണം നമ്മൾ ക്വാളിഫൈ ചെയ്താൽ നമ്മുടെ പിന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, സെക്രട്ടേറിയറ്റിലൊക്കെ കുറെ പോലീസ് ഓഫീസേഴ്സ് അല്ല, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ സമരം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. പിന്നെ സാധാരണ പിന്നെ ട്രെയിനിങ് ഉണ്ടാവും. ഈ പോസ്റ്റുകളൊക്കെ പ്രധാനമായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റിങ്ങിലേക്ക്, അതായത് പോലീസായി അപ്പോയിന്റ്മെന്റ് കിട്ടും. ഓക്കെ, ദെൻ അപ്പൊ അതാണ് സാധാരണയായിട്ട് +2 ലെവലിലുള്ള എക്സാമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ നമുക്ക് പറയാൻ പറ്റുക പിന്നെ ഡിഗ്രി ലെവലിലുള്ള എക്സാമുകൾ. ഡിഗ്രി ലെവലിലുള്ള എക്സാമുകളിൽ പ്രധാനപ്പെട്ടത് ഇപ്പോ നമ്മുടെ അടുത്ത പഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അങ്ങനെയുള്ള എക്സാമുകൾ ഉണ്ട്. അത് എന്താ ഹൈലി നമ്മുടെ ഗസറ്റഡ് ഓഫീസേഴ്സിന് തുല്യമായിട്ടുള്ള പോസ്റ്റുകളാണ് ഇതൊക്കെ. സാധാരണയായിട്ട് ഡിഗ്രി ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ് യോഗ്യതയുള്ളതും അതേപോലെ തന്നെ +2 യോഗ്യതയുള്ള എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാമുകൾക്ക് എന്താ ചെയ്യാൻ പറ്റൂ, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, നിങ്ങളെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാറുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫിക്കേഷന് കൊടുക്കുന്ന സമയത്ത് PSCന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിഗ്രിയുള്ള എന്ത് ചെയ്യാൻ പറ്റൂ, പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ പഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല പാക്കേജ് ഉള്ള, നല്ല സാലറി ഉള്ള പോസ്റ്റുകളാണ് ഈ പഞ്ചായത്ത് BDO എന്നുള്ളതൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് സാധാരണ കേട്ടിട്ടുണ്ടാവാം. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ് ഏത് വഴി കിട്ടാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വഴി കിട്ടാം. ഓക്കെ, അപ്പോ
യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയി മാറാം. അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തുടങ്ങിയവ ആയി മാറാം. പിന്നെ അതുകൂടാതെ നമ്മള് സാധാരണ SI എന്ന് കേൾക്കില്ലേ, നേരത്തെ കോൺസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞത്. എന്ത് ഇപ്പൊ പറഞ്ഞ പോസ്റ്റുകൾക്ക് ഏകദേശം ഒരു 50+ എന്തായാലും സാലറി ഉണ്ടാവും. ഓക്കെ. പിന്നെ അതേപോലെ ഈ SI, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ, നമ്മൾ സാധാരണ SI ആണ് CI ആവാം അല്ലെ, DYSP അങ്ങനെ പോസ്റ്റുകളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ SI എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്ന പോസ്റ്റാണ് SI എന്ന് പറയുന്നത്. അപ്പോൾ SIക്കുള്ള യോഗ്യതയും ഏകദേശം എന്ത് തന്നെയാണ്, നമ്മുടെ ഡിഗ്രി തന്നെയാണ് എന്ത് SIക്കുള്ള യോഗ്യതയും. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കും കൂടി എഴുതാൻ വേണ്ടി പറ്റുന്ന എക്സാമുകളാണ്. പിന്നെ പറയാനുള്ളത് നമ്മൾ സാധാരണ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട്, ഓക്കെ, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ എന്താ പറയുക, LPSA, അതേപോലെ തന്നെ UPSA, പിന്നെ HSA, HSST, പിന്നെ എങ്ങനെ, അതായത് നമ്മള് ഡിഗ്രി അത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവിടെ ബാങ്ക് ബാലൻസ് ഒന്നും എന്തല്ല ക്വാളിഫിക്കേഷൻ ആയി ചോദിക്കുന്നൊന്നുമില്ല. ഓക്കെ, നമ്മുടെ എന്താണോ നമുക്കുള്ള ഡിഗ്രി അത് മാത്രമേ ഈ ഗവൺമെന്റ് ജോബുകൾക്ക് ക്രൈറ്റീരിയ ആയി വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ അപ്പോ ഇതില് നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളാണ്. ഓക്കെ. അപ്പൊ അതില് പ്രധാനമായിട്ടും LPSA എന്ന് പറഞ്ഞാല് എന്താണ്, LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ് നമ്മൾ സാധാരണ എന്താ പറയാ, LPSA എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഈ LPSAക്കും UPSAക്കും ഏകദേശം 30,000 മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ LPSAക്കും UPSAക്കും ഉള്ള യോഗ്യത എന്തായിരിക്കാം, നമ്മൾ സാധാരണ ഈ +2 കഴിഞ്ഞ്, നമ്മൾ സാധാരണ മുമ്പാണെങ്കിൽ TTC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അല്ലെ, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അതിപ്പോ DLED എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നുള്ളത്, ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ. അപ്പൊ അത് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് +2 + DLED, +2ന്റെ കൂടെ DLED കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് LPSA UPSA എക്സാം ഡയറക്റ്റ് എഴുതാൻ പറ്റൂല. അതിനു മുമ്പ് എന്ത് ക്വാളിഫൈ ചെയ്യേണ്ടി വരും, KTET എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഓക്കെ, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ. അപ്പോ നമ്മള് ഒരാള് +2 കഴിഞ്ഞു, DLED കഴിഞ്ഞു, പിന്നെ KTET-ന് കാറ്റഗറി ഉണ്ടാവും. അതായത് LP ക്ലാസ്സുകളിലേക്കുള്ളതിന് ഒരു കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 അങ്ങനെ ഉണ്ട്. അപ്പൊ അതില് LP ക്ലാസ്സുകളിലേക്ക് ഉള്ള KTET ക്വാളിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, LP ക്ലാസ്സുകളിലേക്കുള്ള PSC എക്സാം അറ്റൻഡ് ചെയ്യാം. അതായത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് DLED കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, PSC എക്സാം എഴുതാൻ പറ്റൂല. PSC എക്സാം എഴുതണമെങ്കിൽ KTET കൂടി ക്വാളിഫൈ ചെയ്യണം. KTET ക്വാളിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, LP ടീച്ചർ ആവാനുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് ഏത് വരാം, നമ്മുടെ UPSA എക്സാം വരുന്നത്. UPSA ആണെങ്കിൽ UP ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാൻ ഏകദേശം LPSA UPSAന്റെയും സാലറി സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലെയാണ്, ഒരു 30,000 ആണ് വരാം. അപ്പൊ അതിന് UPSAക്ക് KTET വേറെ എക്സാം ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, UPSAന്റെ എക്സാം എഴുതാം. പിന്നെ HSA ഹൈസ്കൂൾ അസിസ്റ്റന്റ്. അപ്പൊ ഹൈസ്കൂളിലേക്ക് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, എന്തായിരിക്കും യോഗ്യത, സാധാരണ ഡിഗ്രി +B.Ed ആണ്. ഓക്കെ. നമ്മളിപ്പോ ഫിസിക്കൽ സയൻസ് എന്ന് പറയും. ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതെല്ലാം വരുന്നതിനാണ് നമ്മൾ എന്ന് പറയാം ഫിസിക്കൽ സയൻസ് എന്ന് പറയാം. ഓക്കെ.
അപ്പോ ഫിസിക്സ് കെമിസ്ട്രി എല്ലാം എടുക്കുമ്പോൾ നമ്മൾ അതിലേതെങ്കിലും ബിരുദം അല്ലെ ഡിഗ്രി എടുക്കുക, അതിന്റെ കൂടെ B.Ed എടുക്കാം. ഓക്കെ, അപ്പോ അതാണ് എന്തെന്ന് പറയുന്നത് ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത. അതിന്റെ കൂടെ ഹൈസ്കൂൾ ലെവലിലുള്ള കേട്ടറ്റും എക്സാമും കൂടി ക്വാളിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പോ 4 വർഷ കോഴ്സുകൾ ഡിഗ്രീന്റെ കൂടെ തന്നെ B.Ed ചെയ്യുന്ന കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഉള്ള ആളുകൾ B.Ed പഠിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് B.Ed കോഴ്സ്, അതായത് 4 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഡിഗ്രിയുടെ കൂടെ B.Ed കിട്ടുന്ന രീതിയിൽ കോഴ്സ് ഉണ്ട്. വേറെ യൂണിവേഴ്സിറ്റി ലെവലിൽ എവിടെയും ഇംപ്ലിമെന്റ് ചെയ്താൽ കണ്ടിട്ടില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആളുകളോട് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഇത് എടുക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ B.Ed 2 വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഡിഗ്രിയുടെ കൂടെ 1 വർഷം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, B.Ed കംപ്ലീറ്റ് ആയി പുറത്തിറങ്ങാന്നുള്ളത്. അപ്പോൾ ഡിഗ്രി പ്ലസ് B.Ed പ്ലസ് കേട്ടറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള യോഗ്യത, ഹൈസ്കൂളിൽ ടീച്ചറായി പഠിപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, അടുത്ത് വരുന്നത് HSST. HSST എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അല്ലെ, അതാണ് HSST കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള യോഗ്യത എന്തായിരിക്കാം, നമ്മള് ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ എന്ത് മതി, ഡിഗ്രി മതി അല്ലെ. അപ്പൊ ഹയർ സെക്കൻഡറിക്ക് എത്തുമ്പോൾ ഒന്നും കൂടി വേണ്ടി വരും, ഹയർ സെക്കൻഡറിക്ക് എത്തുമ്പോൾ ഒന്നും കൂടി വേണ്ടി വരും, PG കൂടി വേണ്ടി വരും. ഡിഗ്രി പ്ലസ് PG പ്ലസ് B.Ed പ്ലസ് എന്നും കൂടി വേണ്ടി വരും. നമ്മൾ ഇതുവരെ പറഞ്ഞ കേട്ടറ്റ് ആണ് അല്ലെ. LPക്ക് കേട്ടറ്റ് വേണമെന്ന് പറഞ്ഞു, UPക്ക് കേട്ടറ്റ് വേണമെന്ന് പറഞ്ഞു, ഹൈസ്കൂളിന് കേട്ടറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ HSST ആണെങ്കിൽ സെറ്റ് വേണം. സെറ്റ് എക്സാമും കൂടി എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യേണ്ടി വരും. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാമും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി മാത്രം മതി, ഏത് ഹൈസ്കൂളിൽ ഡിഗ്രി മാത്രം മതി. ഹൈസ്കൂളിൽ ഡിഗ്രി മാത്രം മതി, ഡിഗ്രി പ്ലസ് B.Ed. ഓക്കെ, ഡിഗ്രി പ്ലസ് B.Ed പിന്നെ കേട്ടറ്റ് ഞാൻ പറഞ്ഞല്ലോ. 11 +1 +2 അതാണ് ഇപ്പൊ പറയുന്നല്ലോ. +1 പറഞ്ഞോ. ഞങ്ങളിപ്പോ ഇഗ്നോയില് ഡിഗ്രി ചെയ്യൂലേ, അപ്പൊ ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് B.Ed ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇഗ്നോയില് ചെയ്താല് B.Ed ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ലല്ലോ, പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ആൾക്കാർ B.Ed ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. നമ്മളെ സാധാരണ ഡിഗ്രീന്റെ തന്നെ ഈക്വലൻസി ഉണ്ടായാൽ മതി. ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്തുകൊണ്ട് B.Ed ചെയ്യാൻ പറ്റൂല എന്നില്ല. ഓക്കെ, അങ്ങനെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഡിഗ്രി പ്ലസ് PG പ്ലസ് B.Ed പ്ലസ് സെറ്റ് എക്സാമും കൂടി വേണം എവിടെ പഠിപ്പിക്കാൻ. അതാ നിങ്ങൾ പ്ലസ് 11, 12 +1 +2 ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാനുള്ള അതിനെയാണ് ഞാൻ ഇപ്പൊ പറയുന്നുള്ളത്. ഓക്കെ, അപ്പോ സെറ്റ് എക്സാമും കൂടി പാസ്സായാൽ അവർക്ക് എന്ത് ചെയ്യാം, +2 പഠിക്കാനുള്ള PSCക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോ ഒരാൾക്ക് സെറ്റ് ഉണ്ട്, കേട്ടറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ സെറ്റ് ഉള്ളത് കൊണ്ട് പിന്നെന്ത് വേണമെന്നില്ല. അതാണ് ഏറ്റവും ഈ പറഞ്ഞ കാറ്റഗറിയിൽ കേട്ടറ്റിനേക്കാളും മുകളിലാണ് ഏത് വരുന്നത്, സെറ്റ് വരുന്നത്. അപ്പൊ സെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, LPക്ക് പറ്റൂല, UPക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, UPSAക്ക് സെറ്റ് ഉള്ള ആളുകൾക്കും കൂടി, അതായത് കേട്ടറ്റ് ഇല്ലാതെ സെറ്റ് ഉണ്ടെങ്കിൽ കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ പിന്നെ വരുന്നത് എവിടെയാണ്, ഡിഗ്രി ലെവൽ. നമ്മൾ സാധാരണ എന്ത് പറയാം, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നെല്ലാം പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ലെവലില് ഗവൺമെന്റ് കോളേജുകളിലൊക്കെ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ അത്ര വേണമെന്നില്ല. അതായത്
എന്താ മതി? നെറ്റ്. ഏതിന്റെ കൂടെ? PG പ്ലസ് നെറ്റ് ആണ്. ഡിഗ്രി പ്ലസ് PG പ്ലസ് നെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കോളേജിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത. അവർക്ക് എന്ത് നിർബന്ധമില്ല, BEd വേണമെന്നില്ല. BEd ഇല്ലാത്ത ആൾക്കാർക്കും എന്ത് ചെയ്യാം, PGയും നെറ്റും ഉണ്ടെങ്കിൽ PSC എഴുതാൻ വേണ്ടി പറ്റും. കോളേജ് പഠിപ്പിക്കാനുള്ള അധ്യാപകരാവാനുള്ള. അപ്പൊ ഈ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഈ ഡോക്ടറേറ്റ് ഉണ്ടല്ലോ, PhD ഹോൾഡേഴ്സ് ഇല്ലേ, നമ്മൾ സാധാരണ MBBS കാരല്ലാതെ വേറെയും ഡോക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? ഗവൺമെന്റ് ആയിട്ട് കയറാൻ വേണ്ടിട്ട് ആ PSC വേണോ? PSC വേണം. എല്ലാത്തിനും വേണം. എല്ലാറ്റിനും വേണം. ഗവൺമെന്റിൽ കയറണമെങ്കിൽ എല്ലാറ്റിനും PSC വേണം. പിന്നെ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ അല്ലേ, നമ്മള് പോസ്റ്റിംഗ് ഉണ്ടാവാം, അത് അപ്ലൈ ചെയ്ത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഈ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വാങ്ങിക്കുന്നുള്ളത്. ഇപ്പൊ സാധാരണ ഒരു LP സ്കൂളിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ 30 ലക്ഷം ഉറുപ്പ്യെല്ലാം എന്ത് ചെയ്യുന്നുള്ളത്, ചോദിക്കുന്നുള്ളത്. ഓക്കെ, അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ചോദിക്കുന്നുണ്ട് നമ്മളോട്. അത് എയ്ഡഡിൽ പോസ്റ്റിംഗ് കിട്ടും നമുക്ക്. പക്ഷെ സാലറിയിലെ ഗവൺമെന്റ് സ്കെയിലിന് സാലറി കിട്ടും, പക്ഷെ അത്രത്തോളം പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ +2ന്റെ ഒക്കെ 40 ലക്ഷം അത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് നമ്മളോട് ചോദിക്കുന്നുള്ളത് സാധാരണ എയ്ഡഡ് സ്കൂളുകളിൽ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെറ്റ് എക്സാമിന്റെ കാര്യത്തിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി ഉണ്ടാവും. ഇപ്പോ അത് 4 കാറ്റഗറി വരുന്നുണ്ട്. റിസർച്ചിലേക്കും കൂടി റിസർച്ച് ഓൺലി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. നമുക്കിപ്പോ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് ഉണ്ടായിരുന്ന എക്സാം ആണ്. ഇപ്പൊ വീണ്ടും OMR വീണ്ടും മാറിയിട്ടുണ്ട്. ആ മാറ്റം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോ നമ്മളെ സാധാരണ JRF ഉണ്ട്. ഓക്കെ, JRF നെറ്റ് എക്സാമിന്റെയും നെറ്റിന്റെയും JRFന്റെ എക്സാം ഒക്കെ എന്താണ്, സെയിം ആണ്, ഒരേ എക്സാം ആണ്. അപ്പൊ അതില് കട്ട് ഓഫ് ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, 50% കിട്ടിയ ആൾക്കാർക്ക് നെറ്റ് കിട്ടാം. പക്ഷെ JRFന് കട്ട് ഓഫ് ഒന്നും കൂടി കൂടുതലായിരിക്കും. ചിലപ്പോൾ 55% കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ 60% കിട്ടേണ്ടി വരും. 60% കിട്ടി നമ്മള് JRF ക്വാളിഫൈ ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ MBBS ഇല്ലാതെ കുറെ ഡോക്ടർമാരെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാം പേരിന് മുമ്പിൽ ഡോക്ടർ എന്നുണ്ടാവും. അപ്പോ എന്തല്ല അവര് MBBS ഡോക്ടർമാരല്ല, അവർക്ക് എന്താണ്, ഡോക്ടറേറ്റ് ആണ്. ഓക്കെ, PhD. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ്, ഈ JRF കിട്ടിയാല് നമുക്കിപ്പോ ഏകദേശം ഒരു വർഷമല്ല, ഒരു മാസത്തില് 35,000-ന് മുകളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ തരുന്നുണ്ട്. ഏകദേശം 3 വർഷത്തിന്റെയും മിനിമം 3 വർഷം, മാക്സിമം 5 വർഷം, അതിന് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് കിട്ടും, ഈ ഡോക്ടറേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോ അതാണ് ഏത് കോളേജിയറ്റ്, നമ്മുടെ കോളേജുകളിൽ, ഗവൺമെന്റ് കോളേജുകളിലൊക്കെ പഠിപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ PSC അല്ലാതെ വേറെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്കും, കേന്ദ്ര ഗവൺമെന്റിനെ റിസർച്ച് ചെയ്യാൻ മിനിമം 3 വർഷം, മാക്സിമം 5 വർഷം, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കൂടാതെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്ക്, അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ആര് കണ്ടക്ട് ചെയ്യുന്നതെല്ലാം, നമ്മുടെ കേരള PSC അല്ല ആ എക്സാം കണ്ടക്ട് ചെയ്യാം. അപ്പൊ അതില് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സർവീസുകളിലേക്ക് എന്ത് ചെയ്യുന്നുള്ളത്, പോസ്റ്റിംഗ് നടത്തുന്നുള്ളത്. PG പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനും ഡിഗ്രി പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനും സെയിം ആണ്. ഓക്കെ, PG പ്ലസ് നെറ്റ് ഉണ്ടായാൽ
എന്താ പഠിപ്പിക്കാം, PG പഠിപ്പിക്കാം, ഡിഗ്രിക്കും പഠിപ്പിക്കാം, അതിന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പിന്നെ ഒരു ഡൗട്ട്, PG പ്ലസ് നെറ്റ് ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് വേണമെന്നില്ല. ഓക്കെ, അപ്പോ നെറ്റ് എന്ന് പറയുന്ന സെറ്റിനേക്കാളും മുകളിലാണ്. അപ്പോ നെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് വേണ്ട, കേട്ടിട്ടും വേണമെന്നില്ല. ഓക്കെ, പിന്നെ അപ്പോ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരാണ് എന്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ PSC എക്സാമിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞ എക്സാമാണ് പൊതുവെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ അതില് ssconline.nic.in എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതില് പ്രധാനമായിട്ടും വരുന്ന എക്സാമുകളെ കുറിച്ചൊന്ന് പറയാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് MTS, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയും, MTS. പിന്നെ CHSL, CGL, ഇങ്ങനെ 3 തരത്തിലുള്ള എക്സാമുകളാണ് പ്രധാനമായിട്ടും ആര് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MTS മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്കുള്ള എക്സാം ആണ് ഏതെന്ന് പറയുന്നത്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പൊതുവെ ഇതില് നമ്മുടെ PSCയെക്കാളും കുറച്ചും കൂടി സാലറി കൂടുതലായിരിക്കും ഇതിലുണ്ടാവുക. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സർവീസ് DA ഒക്കെ കുറച്ച് അധികം കിട്ടുന്ന ഇതാണ്, പോസ്റ്റും കൂടിയാണ്. അപ്പൊ അതാണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. പിന്നെ അതേപോലെ തന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്കുള്ള വേറൊരു പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയും. സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പിംഗ് ആയി ബന്ധപ്പെട്ട് അതില് KGTLM ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കേരള PSCയിലും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, KGTയുടെ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള പോസ്റ്റുകൾക്ക് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോലെയുള്ള പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. അപ്പൊ അതിന് KGTയുടെ ടൈപ്പിംഗ് കോഴ്സ് പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിലും എന്ത് പാസ്സായിരിക്കണം, ടൈപ്പിംഗ് കോഴ്സ് പാസ്സായ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, യോഗ്യത 10ാം ക്ലാസ് മതി, പക്ഷെ ടൈപ്പിംഗ് കൂടി അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ സ്പീഡൊക്കെ നോക്കും നമ്മൾ, എത്രത്തോളം സ്പീഡാണ് ടൈപ്പിംഗ് എന്നുള്ള ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്ത പറഞ്ഞത് CHSL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് CHSL എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കും ഏകദേശം +2 യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. പിന്നെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള എക്സാം ആണ് നടത്തുന്നത്. പിന്നെ കേരള PSC സാധാരണയായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടാല് 3 വർഷം ആണ് അതിന്റെ കാലാവധി ഉണ്ടാവുക. പക്ഷെ ഇത് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഈ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആണെങ്കിലും അതേപോലെ തന്നെ CHSL ആണെങ്കിലും CGL ആണെങ്കിലും അങ്ങനെയുള്ള എക്സാമുകളൊക്കെ വർഷാവർഷം ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാഫ് സെലക്ഷന് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വേറെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോ പട്ടാളത്തിലേക്കുള്ള അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് അതുവഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. പിന്നെ CPO പോലീസ് ഓഫീസേഴ്സ് ഈ സെൻട്രൽ ഗവൺമെന്റ് സർവീസിലും ഇതേപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ പോലീസിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, നമ്മള് 8 മണിയാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ
ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചോദിച്ചാലും മതി, പ്രശ്നമില്ല. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഡിഗ്രി പ്ലസ് ബി എഡ് പ്ലസ് സെറ്റ് ആയാലും വീണ്ടും ക്യാഷ് കെട്ടി വെക്കണോ? അതായത് നമ്മൾ സെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ബി എഡ് ഉണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ അവർക്ക് എന്ത് എഴുതാം? PSC എക്സാം, ഗവൺമെന്റിന്റെ PSC എക്സാം എഴുതാം. PSC എക്സാമിൽ പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മളെ ഏതെങ്കിലും സ്കൂളുകളിൽ പോസ്റ്റിംഗ് നടത്തും. നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഏതാണ്? ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ, അതായത് എയ്ഡഡ് സ്കൂളുകളിൽ നമ്മൾ പോസ്റ്റിംഗ് കിട്ടണമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങളെ MTTC സർട്ടിഫിക്കറ്റ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഏതിന്റെയാണ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വാല്യൂ ഉണ്ടാവും. അതായത് നിങ്ങൾ 3 ഇയർ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ആരാണ് ഓഫർ ചെയ്യുന്നത്, അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വേറെന്തെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് അല്ലെങ്കിൽ വോയിസ് ആയിട്ടും ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സാർ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് വാല്യുബിൾ ആയ ഇൻഫർമേഷൻ ആണ് സാർ ഇപ്പോൾ ഞങ്ങൾക്ക് പാസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു സർ, താങ്ക് യു ബി എ പാർട്ട് ഓഫ് ലിവ് ടു സ്മൈൽ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്യാലേ? ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഈ അവസരം തന്നതിന് ലീവ് ടു സ്മൈൽ ടീമിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ സർ. Okay, sir.